ഉപ്പക്ക് BVD സർജറി കഴിഞ്ഞ് കറക്റ്റ് 1 മന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് പുതിയ ഫിസ്റ്റിൽ ഇടാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് പോവാണ്. ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്ത് 2 ഫിസ്റ്റില് ഫെയിലായി 3-മത്തെ ഫിസ്റ്റിൽ ഇടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. അതുപോലെ ഫിസ്റ്റില് ചെയ്യുന്നതിന് മുന്നേ ഒരു മെഡിസിൻ 5 ദിവസം മുൻപ് സ്റ്റോപ്പ് ചെയ്യാണ്ടായിരുന്നു. ആ ഒരു മെഡിസിൻ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. മോർണിംഗ് ഒരു 7 മണിക്ക് നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ നിന്ന് ഉപ്പനെ പ്രൊസീജിയർ റൂമിലേക്ക് കയറ്റി. അവിടുന്ന് ഉപ്പക്ക് BP ഷുഗർ ഒക്കെ ചെക്ക് ചെയ്തു. അതുപോലെ ഉപ്പക്ക് അലർജി ഉണ്ടോ നോക്കാൻ വേണ്ടി ഒരു ഇഞ്ചക്ഷൻ വെച്ചിരുന്നു. നീഡിലിടാൻ കയ്യിൽ പറ്റാത്തതുകൊണ്ട് ഉപ്പന്റെ കാലിലാണ് നീഡിലിട്ടത്. അതുകൊണ്ട് നടക്കുമ്പോഴൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഉപ്പന്റെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇന്ന് ഫിസ്റ്റലിന്റെ 4 സർജറി ഇവിടെ നടക്കുന്നുണ്ട്. ഒരാളിതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്തതാണ് ഉപ്പൻ്റെത്. അതിനിടയ്ക്ക് ഡോക്ടർ വന്ന് ഉപ്പന്റെ കൈ സ്കാൻ ചെയ്ത് ഫിസ്റ്റില ചെയ്യാനുള്ള ഏരിയ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ സർജറിക്ക് കയറ്റുന്നതിന് കുറച്ച് മുൻപ് ഇപ്പൊ ഒരു ചായ വാങ്ങിച്ചു കൊടുത്തു. അങ്ങനെ ഒരു 30-45 മിനിറ്റ്സ് കൊണ്ട് ഉപ്പന്റെ സർജറി കഴിഞ്ഞു. സർജറിക്ക് ശേഷം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഡോക്ടർ പറഞ്ഞു തന്നിരുന്നു. അതിനുശേഷം സർജറിന്റെ ബില്ല് പേ ചെയ്യേണ്ടായിരുന്നു. അങ്ങനെ അത് പേ ചെയ്ത് പിന്നെ ഇപ്പൊക്ക് കഴിക്കാനുള്ള പുതിയ മെഡിസിൻ ഡോക്ടർ എഴുതിയിരുന്നു. ആ ഒരു മെഡിസിൻ വാങ്ങിച്ചു. ഇനി ഒരു 2 മന്ത്സ് കഴിഞ്ഞാൽ ഈ ഒരു പുതിയ ഫിസ്റ്റലയിൽ ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. സർജറി ചെയ്ത കൈ നല്ല പെയിൻ ഉണ്ടെന്ന് ഇപ്പോൾ പറയുന്നുണ്ട്. അപ്പോൾ അവിടുന്ന് പിന്നെ ഹോസ്പിറ്റലിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോകുന്നു. അപ്പോൾ ദാറ്റ്സ് ഫോർ ടുഡേ. ബാക്കി നാളെ.